ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ച് പൊളിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഒരു ചെറിയൊരു സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ അട്ടക്കുളങ്ങര ശ്രീവരാഹ റോഡിലുള്ള അവിടെ പടയടൻ രുചിയിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ തിരുവനന്തപുരത്ത് ഇത് വന്നിട്ട് ഒത്തിരി കാലമായെങ്കിലും ഞങ്ങൾക്ക് ഇത് ഇപ്പോഴാണ് കേട്ടോ ഒരുമിച്ച് പോകാൻ പറ്റിയിട്ടുള്ളത്. മാധവയുടെ ഇതിന് മുമ്പ് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എന്തായാലും എന്നെ കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് 12 മണിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ സമയത്ത് അത്യാവശ്യം വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ലായിരുന്നു. ചെന്ന ഉടനെ തന്നെ നമ്മൾ ടോക്കൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സദ്യയ്ക്ക് വേണ്ടിയിട്ട് 280 രൂപയാണ് കേട്ടോ ടോക്കണായിട്ട് വരുന്നത്. പിന്നെ 5 വയസ്സിന് മേളിലുള്ള കുട്ടികൾക്ക് മിനി കൂപ്പൺ എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ കൂടെ ഇരുത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ പോയിട്ടുള്ളൂ, പിള്ളേരെ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ടോക്കണൊക്കെ എടുത്തിട്ട് നേരെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആദ്യം ടോക്കൺ എടുത്ത എല്ലാവരെയും നമ്മളെ ഉള്ളിലേക്ക് വിടുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ എല്ലാവരും ഓരോരോ സീറ്റുകളിലായിട്ട് പോയി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ടോക്കൺ വന്ന് അവർ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും. അതനുസരിച്ചാണ് നമുക്ക് ഫുഡൊക്കെ തരുന്നത്. അങ്ങനത്തെ എല്ലാവരുടെ സീറ്റൊക്കെ കറക്റ്റ് ഇരുന്നതിന് ശേഷം നമുക്കിതാ ഫുഡ് വരുന്നുണ്ട്. ആദ്യം തന്നെ പപ്പടം കൊണ്ട് ടേബിളിൽ വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വാഴയിലയിൽ ഉപ്പ്, പഴം, പിന്നെ ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് സിറ തരുന്നുണ്ട്, കേസരി. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ തൊടുകറികളെല്ലാം കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കുള്ളത് അച്ചാറിൽ ഇഞ്ചി അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, വെള്ള നാരങ്ങ അച്ചാറുണ്ട്. പിന്നെയുള്ളത് കിച്ചടിയുണ്ട്, ഓലനുണ്ട്, പൈനാപ്പിൾ കിച്ചടിയുണ്ട്, പിന്നെ നല്ലൊരു മധുരക്കറിയുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഏകദേശം തൊടുകറികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫുഡ് വിളമ്പാനായിട്ട് ഒരു തരത്തിലുള്ള ലാഗോ ബഹളങ്ങളോ ഒന്നുമില്ല. അവർ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എല്ലാം റെഡിയാക്കി തരുന്നത് കേട്ടോ. നമുക്ക് ഒരുപാട് ബോറടിയോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ തൊടുകറികൾ വേണ്ടി പിന്നെ നമ്മുടെ അവിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കൂട്ടുകറിയുണ്ട് കേട്ടോ. ആ കൂട്ടത്തിൽ തന്നെ തോരനുണ്ട്. അങ്ങനെ തോരനും വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നുള്ളതെന്ന് പറയുന്നത് ഓലനാണേ, ഓലനും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം കറികളെല്ലാം അത് കഴിഞ്ഞ് നല്ല ചൂട് കുത്തരി ചോറ് തരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചോറ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിലൊരു കുഴി ഉണ്ടാക്കി വയ്ക്കും കേട്ടോ. പരിപ്പ് ഒഴിക്കുമ്പോഴേ പുറത്ത് പോകാണ്ടിരിക്കാനായിട്ട്. അങ്ങനത്തെ ചോറ് കിട്ടി പറഞ്ഞാൽ തന്നെ ഞാനെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പരിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറികളായാലും ചോറായാലും ഒക്കെ നമുക്ക് ആവശ്യത്തിനധികം തന്നെ തരുന്നുണ്ടേ. ഇനി ഇതിലേക്ക് നല്ല നെയ്യും കൂടെ ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാവരും ഇതാ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു സദ്യയുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതാ മധുരം കഴിച്ചു തുടങ്ങി. അങ്ങനെ ഇതാ ഞാൻ എൻ്റെ സദ്യ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് ആശിച്ച് കഴിക്കണമെന്ന് ആഗ്രഹിച്ച സദ്യ തന്നെയാണ്. അങ്ങനെ പപ്പടവും പരിപ്പും നെയ്യും കൂട്ടി എല്ലാം കൂടി ചേർത്തൊരു കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കറികളെല്ലാം അടിപൊളിയായിരുന്നു, എടുത്ത് പറയേണ്ടത് തന്നെ. അങ്ങനെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കുറച്ച് ചോറൊക്കെ തന്നെ വാങ്ങിയത്, അതെല്ലാം പരിപ്പ് വെച്ച് കഴിച്ചിട്ട് രണ്ടാമത് നമ്മൾ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത്തിരി ചോറും കൂടെ വാങ്ങി അതിൽ സാമ്പാറും വെച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ല സദ്യ ആയതുകൊണ്ട് തന്നെ. അങ്ങനെ പരിപ്പും സാമ്പാറും വെച്ച് ചോറ് കഴിച്ചതിന് ശേഷം പിന്നെ പായസങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടപ്രഥമനും നമ്മുടെ പാലടപ്രഥമനും പിന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പരിപ്പ് പായസമാണ് വാങ്ങിയത്. അതിലേക്ക് നമ്മുടെ രസകദളി പഴവും കൂടെ വെച്ച് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ചിലവർ പപ്പടം വെച്ചായിരിക്കും കഴിക്കുന്നത്, നമ്മൾ കൂടുതലും പഴമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോളി ഉണ്ടായിരുന്നു. ബോളിയുടെ കൂടെ നല്ല ചൂട് പാലട പായസവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസവും കഴിച്ചു. പിന്നെ ഞാൻ അടപ്രഥമ വാങ്ങിയിട്ടില്ല, അപ്പോഴത്തേക്കും നമ്മുടെ വയറ് ഫുള്ളായി. ഈ സമയത്ത് തന്നെ നമുക്ക് ലാസ്റ്റ് ചോറിൻ്റെ കൂടെ പിന്നെ മോരും രസമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ മാധവേട്ടനും മോരും രസവും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോര് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഒരു സ്പേസ് വയറിലില്ലാത്തത് കൊണ്ട്. അങ്ങനെ എൻ്റെ സദ്യ ഏകദേശം കഴിച്ചിട്ടുണ്ട് ഞാൻ. അച്ചാർ മാത്രം ഞാൻ അധികം കഴിക്കാറില്ല. ഇഞ്ചി കഴിച്ചു, മാങ്ങയും നാരങ്ങയും കഴിക്കാറില്ല. അങ്ങനത്തെ സദ്യയൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങാൻ നേരം ഉണ്ടല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഒരു സ്റ്റെപ്പ് കഴിക്കാനായിട്ട് കണ്ടില്ലേ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടുതൽ പേരും ക്യൂ നിന്നിട്ടാണ് കേട്ടോ ടോക്കൺ എടുക്കുന്നത്. അപ്പോൾ ഈ സമയം കൂടി നമ്മൾ പുറത്തോട്ടിറങ്ങി നല്ല സൂപ്പർ സദ്യ കഴിച്ചുകൊണ്ട് തന്നെ നല്ല ഒരു ഉറക്കവും വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈസ്റ്റോട്ട് പോയിട്ട് അവിടെ നിന്ന് വേണം കേട്ടോ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ നമ്മുടെ സദ്യയുടെ കൂടെ ശർക്കര വരട്ടിയും ചിപ്സും കയ്യിലെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് കഴിക്കാമെന്ന് പറഞ്ഞ്. പിന്നെ അടിപൊളി സദ്യയാണ്. തിരുവനന്തപുരത്ത് ഇതുവരെയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ആ ചിപ്സും കഴിച്ച് നടന്ന് ഏകദേശം ഈസ്റ്റോട്ട് എത്തി കേട്ടോ. ഓണം ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഉള്ള അത്രയും ഒരു തിരക്കില്ല കേട്ടോ. ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട്, ചിലതൊക്കെ അടച്ചിട്ടിട്ടുണ്ട്. പത്മനാഭ സ്വാമിക്ഷേത്രത്തിൻ്റെ ഈ ഫ്രണ്ടിലെത്തിയിട്ടേ കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മൾ നേരെ ഒന്ന് ഗാന്ധി പാർക്കിലോട്ട് പോയേ. കാരണം ബസ് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് ലേറ്റായിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമ്മുടെ ഗാന്ധി പാർക്കിൽ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓണാഘോഷം തീരുന്നവരെ ഗാന്ധി പാർക്കിലൊക്കെ എല്ലാ ദിവസവും പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ ചെയറും ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഈസ്റ്റ് വോട്ടിലോട്ട് പോയിട്ട് നമ്മുടെ ബസ് കയറണം. അപ്പോൾ ഗാന്ധി പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഈസ്റ്റ് വോട്ട് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ബസ് കറക്റ്റ് ടൈമിന് തന്നെ വന്ന് നിൽപ്പുണ്ടേ. അപ്പം നമുക്ക് ഇപ്രാവശ്യം കിട്ടിയത് നമ്മുടെ പ്രിയദർശിനി ബസ്സാണ് കേട്ടോ. അപ്പോൾ പ്രിയദർശിനി ബസ്സിൽ എൻ്റെ കന്നി യാത്രയാണ്. കാസർഗോഡൊന്നും ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഈ ബസ്സിൽ യാത്ര ചെയ്ത് നമ്മളിത് കറക്റ്റ് ടൈമായപ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെ അവിട്ടം ദിനമായ അവിട്ടം ഓണമാണ്. അവിട്ടം ഓണത്തിന് നമ്മൾ പഴയിടം അറിയാതിരിക്കും. പഴയിടം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു
ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. പഴയുടെ നമ്പൂതിരിയുടെ തിരുവനന്തപുരത്തുള്ള പഴയുടെ രുചിയിൽ പോയിട്ട് നല്ലൊരു സദ്യ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ നമ്മൾ കാസർഗോഡുകാർക്കൊക്കെ ഇതൊക്കെ ഈ സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. എന്തായാലും അടിപൊളി സദ്യ കഴിച്ചു, അടിപൊളി സദ്യയായിരുന്നേ. ഹാപ്പി ഓണം. അപ്പോൾ നല്ലൊരു ഓണക്കാലം കൂടി കടന്നു പോവാണ്. നല്ലൊരു ഓണമായിരുന്നു, നല്ലൊരു ഓണക്കാലമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.